അസംസ്കൃത വസ്തുവായ പാരഫിന്റെ വിലവർധനയും ആവശ്യക്കാരുടെ കുറവും കാരണം കടുത്ത പ്രതിസന്ധിയിലാണ് മെഴുകുതിരി നിർമ്മാണ മേഖല. ഫാക്ടറികൾ കൂടാതെ കുടിൽ വ്യവസായം പോലെ കേരളത്തിൽ 5000-ലധികം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കേരള കാൻഡിൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ പറയുന്നത്. 1 കിലോ പാരഫിൻ വാങ്ങണമെങ്കിൽ 150 രൂപ കൊടുക്കണം. കൊള്ളവിലയ്ക്ക് വാങ്ങി മെഴുകുതിരി നിർമ്മിച്ചാലും ആവശ്യക്കാരില്ലെന്നാണ് അടുത്ത പ്രതിസന്ധി. പള്ളികളിലും വീടുകളിലെ പ്രാർത്ഥനാ വേളയിലുമാണ് മെഴുകുതിരി പ്രധാനമായി ഉപയോഗിക്കുന്നത്. യൂണിറ്റുകളിൽ അധികവും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ക്രൂഡ് ഓയിലിൽ നിന്ന് നിർമ്മിക്കുന്ന പാരഫിൻ വാക്സിന്റെ വില വർധനയാണ് ഈ വ്യവസായത്തെ പ്രധാനമായും തകർക്കുന്നത്. സിഡ്കോയുടെ ഡിപ്പോകൾ വഴിയാണ് കേരളത്തിലെ സംരംഭകർക്ക് പാരഫിൻ ലഭിക്കുന്നത്. 1997-ൽ പാരഫിൻ വാക്സിന്റെ വിലനിർണ്ണയത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്ന അധികാരം എടുത്തുമാറ്റി. ഇതോടെ വില നിശ്ചയിക്കലും വിതരണവും റിഫൈനറികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി. ഈ വർഷം ഇതുവരെ പലപ്പോഴായി 50 രൂപയാണ് പാരഫിന് വർദ്ധിപ്പിച്ചത്.